ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി, ഒരു വിശിഷ്ടാതിഥി നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ നമുക്കതൊരു വലിയ സന്തോഷത്തിനുള്ള കാരണമാണ്, അല്ലേ? ആ പ്രിയപ്പെട്ട വ്യക്തി ഒരു ആരാധ്യനായ വ്യക്തിയാണെങ്കിൽ എല്ലാവരും കാണണം, സംസാരിക്കണം, കൂടെ നടക്കണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നതെങ്കിൽ ആ വരവിൻ്റെ ദിവസം വരെയുള്ള കാത്തിരിപ്പ് നമുക്കത് പല വിധത്തിലുള്ള ഒരുക്കത്തിൻ്റെ ഒരു സമയമായിരിക്കും, അല്ലേ? വീടെല്ലാം പുതിയ പെയിൻ്റ് അടിച്ച് അടുക്കും ചിട്ടയിലും എല്ലാ സാധന സാമഗ്രികളും ഭംഗിയായി വെച്ച് എത്രയൊക്കെ നമ്മുടെ ചെറിയ ഭവനം മോടി പിടിപ്പിക്കാമോ അത്രയൊക്കെ നമ്മുടെ ഭവനം മോടി പിടിപ്പിച്ച് ആ ദിവസത്തിനായി നാം കാത്തിരിക്കുന്നു. ആ വിശിഷ്ടാതിഥിയുടെ വരവിൻ്റെ ദിവസത്തിനായി നാം ഒരുങ്ങി നല്ല ഡ്രസ്സെല്ലാം ഇട്ട് വേണമെങ്കിൽ ബ്യൂട്ടി പാർലറിലെല്ലാം പോയി ഒന്ന് ചമഞ്ഞൊരുങ്ങി ആ സമയത്തിനായി വളരെ സന്തോഷത്തോടെയും വളരെ ആകാംക്ഷയോടെയും ചെറിയ ഒരു ടെൻഷനോടുകൂടിയും കാത്തിരിക്കുന്ന ആ വിശിഷ്ടാതിഥിയുടെ വരവ്, അതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ തൃത്വ ഏകദൈവത്തിലെ മൂന്നാമത്തെ ആളത്വമായ വിശുദ്ധാത്മാവാം ദൈവം. നാം ഓരോരുത്തരുമായി സംബന്ധവും സഹവാസവുമുള്ളവൻ. ആ ദൈവം നമ്മിൽ കുടികൊള്ളുന്നു നമ്മുടെ ഹൃദയമാവുന്ന ഭവനത്തിൽ. എന്നാൽ ഈ വരുന്ന പെന്തിക്കോസ്തിയുടെ ദിവസത്തിൽ വിശുദ്ധ ആലയത്തിൽ നടക്കുന്ന ആരാധനകളിൽ പൂർണ്ണമായ സമർപ്പണത്തിലൂടെയുള്ള പങ്കെടുക്കലിലൂടെ നമ്മിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ഇനിയുള്ള 365 ദിവസത്തിനായി നമുക്കൊരുപാട് ഇന്ധനം തരുന്നു. എന്ത് ഇന്ധനമാണ് അവൻ തരുന്നത്? അവൻ തരുന്ന പല വിധത്തിലുള്ള ദാനങ്ങൾ, അവന് നമ്മിൽ നിറയ്ക്കുവാൻ കഴിയുന്ന അവൻ്റെ ഫലങ്ങൾ, അവൻ നമുക്കായി തരുന്ന വരങ്ങൾ. അതെ, ആ ഇന്ധനത്തിനായി, ആ ദൈവിക കൃപകൾക്കായി വിശുദ്ധിയോടെ പരിഭാഗതയോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശിഷ്യന്, ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന് ഉടമയാണെങ്കിൽ ഈ ദിവസങ്ങൾ, ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ആരെയാണ് നാം കാത്തിരിക്കുന്നത്? നമുക്ക് ക്രിസ്തുവിനെ ഒരു സഹോദരനായി, ഒരു കൂട്ടുകാരനായി പരിചയപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവാം ദൈവം. ക്രിസ്തുവിൻ്റെ മൊഴികൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്, ദ ഹെൽപ്പർ. ആ സഹായകൻ്റെ നമ്മുടെ മേലുള്ള അധികാരത്തെ പൂർണ്ണമായും അവനുപയോഗിക്കാവുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയങ്ങളെ ആ സഹായകന് സറണ്ടർ ചെയ്യുവാൻ സാധിക്കട്ടെ. ആ സഹായകൻ കൂടുതലായി നമ്മിൽ വ്യാപരിക്കാൻ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.